ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2, 3, 4 പ്രാവശ്യത്തിൽ കൂടുതലായി വെൽക്കം ബാക്ക് ടു പറയുന്നു. പക്ഷേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്നലെ ഫുട്ബോൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഒട്ടുമിക്ക എല്ലാവരും ഇന്നലെ ഫുട്ബോൾ മാച്ച് ഫൈനൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഫുട്ബോൾ കാണാറില്ല. പൊതുവെ ഞാൻ ഇതുവരെ ഒരു മാച്ചും കണ്ടിട്ടില്ല. ഇന്നലെ പിന്നെ ഫൈനലല്ലേ, അപ്പോൾ എല്ലാവരും കാണുന്നു. പിന്നെ ഇവിടെ എല്ലാവരും സ്റ്റാറ്റസ് ഡെയിലി നോക്കുമ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് ഫൈനലല്ല, അപ്പോൾ എന്തായാലും കാണാമെന്ന് വിചാരിച്ച് ഇരുന്നു. ആര്യക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ സ്പെയിനിൻ്റെ ഫ്ലാഗൊക്കെ ആക്കി ഭയങ്കരത്തിൽ ഇതായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടെ 9 മണിക്കാണ് രാത്രി. നാട്ടിൽ 12 മണിക്കല്ലേ തുടങ്ങിയത്. ഇവിടെ ഏകദേശം 9 മണിക്കായിരുന്നു കളി തുടങ്ങിയതെന്ന് തോന്നുന്നു. അത് അപ്പോൾ നമ്മൾ 9 മണിയാകുമ്പോൾ ഇവിടെ ഇരുന്നു. എന്നിട്ട് ഫുട്ബോൾ വെച്ചിട്ടുള്ള ടൈമിൽ എനിക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്കാണെങ്കിൽ ഒരുപാട് പണി തീർക്കാനുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ ഫോണും ലാപ്ടോപ്പും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നത്, ഈ 10 ആൾക്കാർ ഈ ഒരു ബോളിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി കുറേ ആൾക്കാരും എന്നിട്ട് ഞാനിങ്ങനെ ഇങ്ങോട്ട് നോക്കി ഞാൻ ഫോണിൽ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ആര്യ പറഞ്ഞു, ഫുട്ബോൾ നോക്കാത്തത് നല്ലതന്നെ, ഇവളുടെ ടീച്ചറും ഫുട്ബോൾ നോക്കുന്നില്ല എന്ന്. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞത്, ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ഒരു 10 ഫ്ലൈറ്റ് പോകുമ്പോൾ എത്രമാത്രം എൻവയോൺമെൻറ്റ് പൊല്യൂട്ടഡ് ആണോ അത്രയും അന്തരീക്ഷം മലിനമാകുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുമ്പോൾ. ഞാൻ ഇതൊക്കെ ആരെങ്കിലും ഇതൊക്കെ സംസാരിക്കേണ്ട സമയം ഈ ഫുട്ബോളിൻ്റെ സമയത്ത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇഗ്നോർ ചെയ്തു. പിന്നെ അവൾ പറഞ്ഞു അല്ല, ഇവള് പറഞ്ഞു. അപ്പോൾ ടീച്ചറുടെ പേര് പറഞ്ഞു. ടീച്ചറുടെ പേര് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ആ ടീച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ വെജ് കഴിക്കാറില്ല. ഇതിനെ പിഗിനെ ആയാലും അല്ലെങ്കിൽ ചിക്കനായാലും ഏതിനായാലും കൊല്ലുന്നതൊക്കെ എത്തിക്കലല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇവളുടെ ഈ ടീച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഓക്കെ, അതിപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൂടാതെ ഈ ടീച്ചർ ഡ്രസ്സ് സെക്കൻഡ് ഹാൻഡ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ എന്ന് ഇവൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരു ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം, ഇവൾ പറഞ്ഞ ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു 10,000 ലിറ്റർ വെള്ളം ഒരു ജീൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ബംഗ്ലാദേശ്, ഇപ്പോൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലൊക്കെ ആണല്ലോ മെയിനായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശ് പോലുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഒരു കോട്ടൺ, അതായത് ഇപ്പോൾ പരുത്തി കൃഷി അത് മുതൽ ഈ ഫൈനൽ പ്രൊഡക്റ്റായി നമുക്ക് കിട്ടുന്നവർ ഒരു പാൻറ്റിന് 10,000 ലിറ്റർ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടായില്ലേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ശരിയുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിലുള്ള മൈക്രോ പ്ലാസ്റ്റിക് വാഷ് ചെയ്യുമ്പോൾ പുറത്ത് പോകും, അത് മണ്ണിൽ മലിനാവും. ഇങ്ങനെയുള്ള കുറേ റീസൺസ് കാരണം ഇവർ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ എന്ന്. അവർ ഇതുവരെ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല എന്നാണ് ഇവൾ പറഞ്ഞു കേട്ടത്. അപ്പോൾ നല്ലൊരു മെസ്സേജാണ് അവർ കൊടുക്കുന്നതെങ്കിലും നമുക്കിതൊന്നും പ്രാക്ടിക്കലി പോസിബിളൊന്നും അല്ല. എന്ത് ഭ്രാന്തെന്നേ നമുക്ക് തോന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവർ ഈ ഫുട്ബോൾ മാച്ച് അവർ കാണുന്നത്. ഇത്രയെല്ലാം ആൾക്കാർ കാണുമ്പോൾ മണ്ടത്തരായിരിക്കില്ല, എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് 2022 ഖത്തറിൽ നടന്ന ഫുട്ബോൾ മാച്ചിൽ എത്രയോ മില്യൺ 2.6 മില്യൺ ടൺ കാർബൺ എമിഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ശരിയല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫ്ലൈറ്റ് പോകുന്നു, ഇത് കാണാൻ വേണ്ടി പോകുന്നു ഇപ്പോൾ ഇടത്തോട്ട്. അതുകൂടാതെ സ്ക്രീൻ വഴി AC അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്സ് അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫാക്റ്റ് ഉണ്ട്. പിന്നെ പക്ഷേ നമ്മളൊന്നും കൺസിഡർ ചെയ്യില്ല എന്നതാണ്. പക്ഷേ ഇതൊരു ഫൺ ഫാക്റ്റായിട്ടാണ് ഫസ്റ്റ് എനിക്ക് തോന്നിയത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ജർമ്മൻസ് ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളിലും കുറേ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇതൊന്നും ആരും ആലോചിക്കുന്ന കൂടി ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തീരെ ബോധേഡല്ല ഇങ്ങനത്തെ ഒന്നും കാര്യത്തിൽ. നമ്മളിങ്ങനെ എത്രത്തോളം മലിനാക്കുന്നു അതിനനുസരിച്ച് ഇവരിവിടെ ഭയങ്കര സംരക്ഷണമാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഓയിൽ നമ്മൾ സിങ്കിലോട്ട് മറിക്കാൻ പാടില്ല, പകരം കറക്റ്റ് പ്ലേസിൽ തന്നെ മറിക്കണം. ഇവിടുന്ന് നമ്മളെ വേസ്റ്റ് ഓയിൽ ഉണ്ടല്ലോ, വേസ്റ്റ് ഓയിൽ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ, മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഈ പോളിസ്റ്റർ അല്ലെങ്കിൽ നൈലോൺ സംഭവങ്ങളൊക്കെ ഈ പെട്രോളിയം വേസ്റ്റിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ടാണ് പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ ഇവർ ഭയങ്കരത്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈ ജർമ്മൻസ്. അപ്പോൾ അതിലൊന്നാണ് ഇവളുടെ ടീച്ചർ. ഇവളുടെ ടീച്ചർ കുറച്ച് നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്ന ടൈപ്പിലാണ് ഇവളുടെ ടീച്ചറുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറയും. അപ്പോൾ ഈ സംഭവം ഈ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ ഫുട്ബോൾ നോക്കാത്തത് നല്ലതാണെന്ന് അവൾ എന്നോട് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനായി. അപ്പോൾ നിങ്ങളുടെ എത്ര ആൾക്കാർ ഫുട്ബോൾ ഇത് കേട്ട് ബഹിഷ്കരിക്കും? എത്രയോ ടൺ മില്യൺ ടൺ കാർബൺ എമിഷനാണ് ഈ ഒരു ഫുട്ബോൾ മാച്ച് വഴി വേസ്റ്റ് ആവുന്നത്, അന്തരീക്ഷത്തിലോട്ട് ആവുന്നതെന്നാണ് പറയുന്നത് ഇവള്. ഇത് കേൾക്കുമ്പോൾ മണ്ടത്തരായിട്ട് തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇവളെന്ത് തേങ്ങയാ പറയുന്നതെന്ന്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിന് ആദ്യം വെൽക്കം ബാക്ക് പറഞ്ഞ സമയത്ത് ഞാൻ അമ്മ വിളിച്ചു തന്നെ. അപ്പോൾ ഞാൻ വീഡിയോ കട്ടാക്കി അമ്മയോട് സംസാരിച്ച് പിന്നെ ആരെയും ഇങ്ങനെ പറഞ്ഞു അമ്മേ, പിന്നെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് 2.6 മില്യൺ ടൺ കാർബൺ എമിഷൻ നടന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയാണ്, ഇന്നലെ ഇവരൊക്കെ ഫുട്ബോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവർ ഉറങ്ങുമ്പോൾ 5 മണിയായി രാവിലെ. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ലീവല്ലേ. അമ്മയ്ക്കിതൊന്നും അമ്മയുടെ തലയിലേക്ക് പോലും എടുത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇതൊക്കെ ആരും ശ്രദ്ധിക്കാൻ. ഇപ്പോൾ ഈ ജർമ്മനിയിൽ നിൽക്കുന്നതുകൊണ്ട് കുറേ സാധനങ്ങൾ നമ്മുടെ തലയിലോട്ട് പോകുന്ന തരത്തിൽ നമ്മുടെ ബ്രെയിൻ മാറിക്കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ മണ്ടത്തരാ പറയുന്നതെന്ന്? കമൻറ്റിൽ പറയണം കേട്ടോ. എത്ര ആൾക്കാർ ഫുട്ബോൾ കാണുന്നത് ബഹിഷ്കരിക്കുന്നു? അതോ ഞാൻ മണ്ടത്തരാ പറഞ്ഞെങ്കിൽ അതിനൊരു ഫണ്ണി സ്മൈലിംഗ് തരണം.